ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ബ്രസീലിയൻ സ്റ്റിച്ചിൻ്റെ ഒരു സാരി ആട്ടോ കാണിക്കുന്നത്. ഇതാ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് വിളിച്ച് ചോദിക്കും ഈ സാരിയിൽ ഏത് കളർ കോമ്പിനേഷൻ ത്രെഡ് യൂസ് ചെയ്യണം എന്നൊക്കെ, അതിൻ്റെ ഷെയ്ഡ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് തൊണ്ടയ്ക്കൊരു ചെറിയ പ്രോബ്ലം വരുന്നുണ്ട് കേട്ടോ. അത് ശബ്ദം ഇങ്ങനെ ഒരു പറന്നുള്ള ഒരു വോയിസ് ആയിട്ട് വരുന്നത് ഒന്ന് ക്ഷമിക്കുക. പക്ഷേ ഈ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ എൻ്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് വന്ന് കണ്ടപ്പോൾ അവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കളർ കോമ്പിനേഷനൊക്കെ ഒന്ന് കാണണം, ഇതിലേത് ത്രെഡായി യൂസ് ചെയ്യണമെന്നൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഒന്ന് എത്രയും പെട്ടെന്ന് വീഡിയോ ഇടണം, സാരി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാനൊന്നും ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവട്ടെ, ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഇതിൽ ഞാൻ ബ്രസീലിയൻ സ്റ്റിച്ചാണ് ഫ്ലവറിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവേഴ്സ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തിട്ട് ചെറിയ ബഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലീവ്സ് ചെയ്യാനായിട്ട് ഫ്ലൈ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൈ സ്റ്റിച്ച് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ലീവ്സ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ചുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിപ്പീറ്റേഷൻ വരും എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കാത്തത്. ഈ സാരിയിൽ ഞാൻ പീച്ച് കളറിൻ്റെ ഷെയ്ഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഡിൻ്റെ നമ്പർ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുമ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. ഷെയ്ഡ് സെലക്ട് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്തെടുക്കുക ചെയ്തത്, ലൈറ്റ് ഡാർക്ക് നോക്കിയിട്ട്. ഇതാ അപ്പോൾ നമ്പർ നോക്കിയപ്പോൾ ഡാർക്ക് ഷെയ്ഡിൻ്റെ നമ്പർ വരുന്നത് 011, അതായത് 11 ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയപ്പോഴേക്കും 010. പിന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ നമ്പർ വരുന്നത് 09 ആണ്. ഇതാ ഈ ലൈറ്റ് ഷെയ്ഡിൻ്റെ നമ്പർ 09. അപ്പോൾ നിങ്ങൾ ഈ ഷെയ്ഡ് സെയിം വാങ്ങുകയാണെങ്കിൽ 9, 10, 11 അങ്ങനെ 3 ഷെയ്ഡ്സ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ ഫ്ലവർ നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലവറിൽ ഞാനിങ്ങനെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ലീവ്സ് ചെയ്യുമ്പോൾ ഡാർക്ക് കളർ അങ്ങോട്ട് ചെയ്യാം. എന്നുവെച്ചാൽ ഈ സാരി ഒരു ഗ്രേ കളർ പോലത്തെ ഒരു സാരിയാണ്. അപ്പം ഷെയ്ഡൊക്കെ ഇട്ട് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് മടിയായി. പിന്നെ എനിക്ക് തോന്നി ഫ്ലവേഴ്സിന് ഷെയ്ഡ്സ് ഉള്ളതുകൊണ്ട് ലീവ്സ് കുറച്ച് ഡാർക്ക് ആയാലും കാണാൻ ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷനിലേക്ക് എത്തി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ, ആസ് യൂഷ്വൽ ഞാൻ ചെയ്യുന്ന പോലെ പുതിയ കളർ കോമ്പിനേഷനും കളേഴ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇതാ ഡിസൈൻ ഞാൻ നിങ്ങളെ കാണിക്കുക കേട്ടോ. ഒത്തിരി പേര് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന്. ഈ ഡിസൈൻസ് എല്ലാം ഞാൻ പിൻട്രസ്റ്റിൽ നല്ല പിക്ചേഴ്സ് നോക്കിയിട്ട് വരച്ചെടുക്കുന്നതാണ്. പിന്നെ റോസ് വരയ്ക്കാനായിട്ട് ഇതിൽ നമുക്ക് വെറുതെ റൗണ്ട് ഷേപ്പ് വരച്ചാൽ മതി. റൗണ്ട് വരച്ചാലും നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഫില്ല് ചെയ്ത് നമുക്ക് ഈ ബ്രസീലിയൻ സ്റ്റിച്ച് ചെയ്യാം. ഇതാ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ റോസ് വരയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇങ്ങനെ വിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഡിസൈൻ കിട്ടും. നമ്മൾ നെറ്റ് കോട്ട സാരിയുടെ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ചിലരൊക്കെ നെറ്റ് കോട്ട സാരി വാങ്ങുമ്പോൾ ചില പിക്ചേഴ്സ് വേണമെന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ ആ പിക്ചേഴ്സും കൂടി അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ചില കളേഴ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫിലിമായിരുന്നു ബ്രോഡാഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഫിലിമിൻ്റെ ഒരു തീമിൽ വരുന്ന കളേഴ്സൊക്കെയാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളേഴ്സ് ആയതുകൊണ്ടും പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അവർ ഉടുക്കുന്ന സാരിയുടെ കളേഴ്സ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കളർ കോമ്പിനേഷനൊക്കെ മനസ്സിലാവും. ഞാൻ നോർമലി ടി വി കാണുമ്പോഴും പിന്നെ അതേപോലെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്തെല്ലാം കളേഴ്സ് ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് ഈ കളർ കോമ്പിനേഷനെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.